ഇതെൻ്റെ കോഫി ഐസ്ഡ് ചോക്ലേറ്റ് ആണ്. As you can see, they self. Basically, what you do. Anyone got any questions? It'll be really. She can smell where the goat is. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു സ്റ്റേക്കേഷൻ പോകുന്നത്. ഗ്രാമ്പിയൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. 2 nights ആണ് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയോടെയാണ് ഇറങ്ങുന്നത്. ഇവിടുന്ന് ഒരു 4 hours ഡ്രൈവ് ഉണ്ട് നമുക്ക്. ഓൺ ദ വേ കുറച്ച് സ്നാക്സ് വാങ്ങി സ്റ്റോക്ക് ചെയ്യാമെന്ന് വെച്ചു. ബിക്കോസ് ഡ്രൈവിൽ മാത്രമല്ല, ഇവിടെ സിറ്റി വിട്ടാൽ പിന്നെ ഫുഡ് ഓപ്ഷൻസ് വളരെ കുറവാണ്. ആൻഡ് എസ്പെഷ്യലി നമ്മളിങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് പിന്നെ കിട്ടുമ്പോഴേക്കും നല്ല വിശപ്പാവും. സോ ബെറ്റർ കുറച്ച് ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് യാത്ര ചെയ്യുന്നതാണ്. സമയം ഇപ്പം 5 മണി കഴിഞ്ഞേ ഉള്ളൂ. വിൻ്റർ ആയതുകൊണ്ട് ഓൾറെഡി സൺസെറ്റായി. യൂഷ്വലി വീക്കെൻഡ് നമ്മൾ അടുത്ത് എവിടെയെങ്കിലും പോകാറുണ്ടെങ്കിലും ഇത്തവണ കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയി സ്റ്റേ പരിപാടി ആയാലോ എന്ന് അരവി ചോദിച്ചപ്പോൾ ശരിക്കും സർപ്രൈസായി. കഴിഞ്ഞ ഒരു മാസം നമുക്ക് ശരിക്കും തിരക്ക് പിടിച്ച് നല്ല സ്ട്രെസ്ഫുൾ ടൈമായിരുന്നു കേട്ടോ. ഇവിടെ സിറ്റി വിട്ടാൽ പിന്നെ റോഡ്സിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പ്രത്യേകിച്ച് ഹൈവേയിൽ വണ്ടിയുടെ വെട്ടമല്ലാതെ ഒന്നും കാണാനില്ല കേട്ടോ. എന്തായാലും പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ആലോചിച്ചിരിക്കാൻ ടൈമില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രിഫറൻസസൊക്കെ AI കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്തുള്ളൊരു യാത്രയാണിത്. സ്റ്റേ അടക്കം നമ്മൾ ഫുഡ് സ്പോട്ട്സ് അടക്കം ടൈം ആൻഡ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് എല്ലാം വെച്ച് കിട്ടിയ ഒരു ഡീറ്റെയിൽഡ് ഐറ്റിനറി കൊണ്ടാണ് നമ്മുടെ പോക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വണ്ടിയുടെ വെട്ടമല്ലാതെ ഒന്നും കാണാനില്ല. ഹൈവേയിൽ സ്പീഡ് ലിമിറ്റ് 110 നാട്ടിൽ നമുക്ക് കണ്ട് ശീലമുള്ളതിനേക്കാളും കുറച്ച് അധികം ഇരുട്ട് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ഇത്ര സ്പീഡിൽ പോകുന്നത് എനിക്ക് കുറച്ച് ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം. ഒരു 9:30 കൂടി നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് എത്തി. മഗ്ഡല മോട്ടോർ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലേക്ക് സൈഡ് സ്റ്റേ ആട്ടോ ഇത്. വിൻ്ററും വീക്കെൻഡും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ആകെ 2 റൂംസേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ബുക്ക്ഡ് ആയിരുന്നു. നമ്മുടെ റൂം അത്യാവശ്യം വലിയ റൂമാണ്. ബാത്റൂം കൂട്ടാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് എത്തിയുള്ളൂ. ലഗേജ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വാലടച്ചേക്ക്. അതിനു മുമ്പ് ഇതിൻ്റെ അകത്ത് ഷവർ, ഇവിടെ ഒരു കുഞ്ഞി കൂസി. ഇന്ന് കൂടുതൽ ഇനി പ്ലാൻസ് ഒന്നുമില്ല. ഫുഡ് നമ്മൾ ഓൾറെഡി പാഴ്സൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. സോ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, കറക്കമൊക്കെ നാളെ. ഗുഡ് മോർണിംഗ്. ഇന്നലെ നൈറ്റ് നല്ല മഴയായിരുന്നു. നമ്മുടെ റൂമിൽ ഈ സൈഡാണ് ലേക്ക് വ്യൂ വരുന്നത്. നമുക്ക് നോക്കാം. മഴ പെയ്ത് ഫുൾ കലങ്ങി മറിഞ്ഞിരിക്കുകയാലോ. ഈ കോറിഡോർ വരെയൊക്കെ ചിലപ്പം വെള്ളം കയറാറുണ്ടെന്ന് കേട്ടു. ഇവിടെയൊക്കെ മിക്കതും ഫാംസും ബാക്കിയുടെ ഇങ്ങനെ കുറ്റിക്കാട് പോലെയാട്ടോ. ഈ സ്റ്റേയുടെ സൈഡൊക്കെ വെയിൽ തിരിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും അവരവിടെ ചെയ്തിട്ടില്ല. അവിടെ കുറച്ച് കാംഗ്രൂസ് പുല്ല് തിന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ? സൂം ചെയ്യുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അറിയില്ല. ആ ഏരിയ ഫുൾ കാംഗ്രൂസ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയതാ തോന്നുന്നു. കാംഗ്രൂസ് എപ്പോഴും വലിയ ഗ്രൂപ്പ്സ് ആയിട്ടാണ് കാണാറ്. പക്ഷേ വോളബീസ് കൂടുതലും ഇങ്ങനെ ഒറ്റയ്ക്കോ ചെറിയ കൂട്ടായിട്ടൊക്കെ നടക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു നൈസ് സ്പോട്ടുണ്ട് കേട്ടോ. അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ലതായിരിക്കും.
ഇതിപ്പോൾ കിളികളുടെ കളകളാരവത്തല്ല, അവർ അടി കൂടുന്ന പോലെ രാവിലത്തെ സൗണ്ട് കേൾക്കാൻ. ഓസ്ട്രേലിയയിൽ ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കി പറയുന്നൊരു കാര്യം കേട്ടോ ഇത്. രാവിലെ പക്ഷികളുടെ സൗണ്ട് ഭയങ്കരമാണെന്നുള്ളത്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇന്നലെ എത്തിയപ്പോൾ ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റിയില്ലല്ലോ. വീക്കെൻഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാ റൂംസും തന്നെ ബുക്ക്ഡ് ആട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇന്ന് ഓപ്പൺ അല്ല. എന്ത് പരിപാടിയല്ലേ. എന്തായാലും നമ്മൾ ഇവിടെ അടുത്തുള്ള മക്ഡൊണാൾഡ്സിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. സിറ്റി ഇട്ട് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് കണ്ടുപിടിക്കൽ നല്ല ടാസ്ക്കാണ്. 1-2 ഫാമിലീസ് നടത്തുന്ന കഫേസ് അല്ലാതെ കൂടുതലും ഇങ്ങനെ മക്ഡൊണാൾഡ്സ്, KFC, ഹംഗ്രി ജാക്സ് അതൊക്കെ കാണാറുള്ളൂ. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ലാന്ന്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. സോ നമ്മൾ വേറെ നോക്കിയപ്പോൾ ഇത്ര രാവിലെ ആയതുകൊണ്ട് മക്ഡൊണാൾഡ്സും KFC മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മല്ലിയിലാണ് വന്നിട്ടുള്ളത്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. അത് കഴിഞ്ഞ് നമ്മളിന്ന് ആദ്യം ഒരു ഫാമിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വാട്ടർഫാൾസ് കാണുക, പിന്നെ ഇവിടുത്തെ കുറച്ച് കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ട്സാണ് നമ്മൾ ഇത്തവണ കാണാൻ പോകുന്നത്. നമ്മുടെ ഫുഡ് വരുന്നുണ്ട്. ഇന്ന് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. രാവിലെ നോക്കിയപ്പോൾ 8 ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ ടെമ്പറേച്ചർ. ഞാനൊരു ചൂട് ക്യാപ്പച്ചിനോ വാങ്ങി. അരുവി ഐസ്ഡ് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഐസ്ഡ് കോഫിയാണ്, ഐസ്ഡ് ചോക്ലേറ്റ് തന്നെ. ഈ തണുപ്പത്ത് പിന്നെയും തണുപ്പ് കുടിക്കുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവാറില്ല. സോ നമ്മൾ പിന്നെ കുറച്ച് ഫ്രൈസും ബർഗേഴ്സുമാണ് വാങ്ങിയിട്ടുള്ളത്. സോ ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഫാമിലേക്കാണ് പോകുന്നത്. അവിടെ കുറേ ക്യൂട്ട് ആനിമൽസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ട്. റോസ് ഹാവൻ ഫാംസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി നടത്തുന്നതാണ്. അവരുടെ ഫാം ഇതുപോലെ പബ്ലിക്കിന് 1 hour ഓപ്പൺ ആയിട്ടുള്ളൂ, 11 to 12 മാത്രം. സോ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. പെർ പേഴ്സൺ $20 $25, 25 ആണെന്ന് തോന്നുന്നു. അത്രയായിട്ട് അത് നമ്മൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്ത് വെച്ചു. Once we got the 2, I was the one that fell in love with the donkey, so they multiplied. And now I have an issue that if I want to go away on a holiday, I go where there's a donkey farm, and I normally buy a donkey and come back with it. So. നമ്മൾ ഈ ഫാമിൽ എത്തിയിട്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ കുറച്ച് മിനിയേച്ചർ ഡോങ്കീസിനെ കേട്ടോ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ഈ ഊട്ടിയിലും ഇല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ മറ്റേ വെയിറ്റ് എടുക്കുന്ന വലിയ ഡോങ്കീസിനെ കണ്ടിട്ടുള്ളൂ, ഒരു ഗ്രേഷ് കളറായിട്ടുള്ള. ഇതിനെ കാണാൻ ശരിക്കും നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊരു 5 ഫാമിലിയാണ് കേട്ടോ ഇവിടെ ടൂറിന് വന്നിട്ടുള്ളത്. ഇത് ഷീപ്സിൻ്റെ സെക്ഷനാണ്. അവർ ആ ഓണറിനെ കാണുമ്പോഴേക്കും എല്ലാം കൂടെ ഓടി വരുക അടുത്തേക്ക്. Last Thursday we had the show postcards come and do a photo shoot. And I tried to get the girls to do that, and they just stood right over the other side and wouldn't have anything to do with it. ഇവിടെ വിസിറ്റേഴ്സിന് ഷീപ്സിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടോ എന്നുള്ളതാണ് ഇവർ ഇത്ര കാര്യമായിട്ട് വന്ന് നോക്കുന്നത്. ഇതാണ് കേട്ടോ ഈ ഫാമിൻ്റെ ഓണർ, പാം എന്നാണ് പേര്. ഇവരുടെ ഹസ്ബൻഡും കൂടെയാണ് ഈ ഫാം സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ മോനും 2 കൊച്ചുമക്കളും ഇന്നുണ്ട് കേട്ടോ. കൊച്ചുമക്കൾ ഇതൊക്കെ പഠിക്കാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ പഠിക്കാനായിട്ട് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിന് കൊടുക്കേണ്ട ഫീഡിങ് സാധനങ്ങളൊക്കെ തരുന്നതൊക്കെ പിള്ളേരായിരുന്നു. We don't dock their tails. Their tails stay there because they don't have the wool around their rear. They don't get the fly blown, etc. They're a bit like the Aussie whites that are out now. The Aussie whites. ഇത് ഏകദേശം 50 ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. ആ അറ്റത്തുള്ള മരങ്ങൾ തൊട്ട് ഇത് അങ്ങ് ദൂരെ വരെ ഇപ്പുറത്ത് മരങ്ങൾ അവർ വേലി പോലെ മരമാണ് നട്ട് വളർത്തി വെച്ചേക്കുന്നത്. സോ അത്രയും ഏരിയ ഇവരുടെ ഫാം തന്നെയാണ്. ഇത് ഫുൾ ഫീമെയിൽ ഷീപ്സാണ്. ആൻഡ് ഇവിടെ കുറച്ച് ആൽപ്പക്കാസ് ഉണ്ട്. മെയിൽ ആൽപ്പക്കാസും മെയിൽ ഷീപ്പൊക്കെ അവർ വേറെ കുറച്ചുകൂടെ അപ്പുറത്തേക്കാണ് കൊടുത്തേക്കുന്നത്. അത് പബ്ലിക്കിൻ്റെ അടുത്ത് കുറച്ചുകൂടി അഗ്രസീവ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട്
അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. ഇപ്പം നമ്മളെ ആൽപ്പക്കാസിൻ്റെ കൂട്ടിലേക്കാണ് നമ്മൾ ആദ്യം കയറി പോകുന്നത്. ആൻഡ് നമുക്കതിന് എന്താണ് ഫീഡിങ് ഫുഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. So these are special pellets. Now we feed these to the girls as a treat. As you can see, they normally have a big bale of hay in there that they can eat. ഈ ആൽപ്പക്കാസ് ക്യാമൽ ഫാമിലിയിലുള്ള ആനിമൽസ് തന്നെയാണ്. ഇത് കുറച്ചുകൂടി ഒരു ജെൻറ്റിൽ സോഷ്യൽ ആനിമൽസ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ അത് ഉപദ്രവിക്കുകയില്ല എന്നല്ല, അതിൻ്റെ പുറകെ പോയി നിന്ന് അത് പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിക്ക് ചെയ്യും. സോ നമ്മളങ്ങനെ സഡൻ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുവാണെങ്കിൽ അതും തിരിച്ച് അതേപോലെ നല്ല കൂട്ടായിട്ട് നിൽക്കുന്ന ടൈപ്പ് ആനിമൽസ് ആണെന്ന് പറയുന്നത്. ഇത് ലാമാസുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പക്ഷേ ലാമാസിനെക്കാളിലും സ്മോളർ സൈസാണ്. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് നമ്മുടെ ഒരു തോള് വരെയൊക്കെ വരത്തുള്ളൂ. ആൻഡ് ഇതിനെ മെയിൻലി വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലീസിന് വേണ്ടിയാണ്. അത് എടുത്തിട്ട് ഇതുപോലെ ആൽപ്പക്ക ഫൈബർ എന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റാണ്, വാമാണ്, പിന്നെ കുറേ കൂടെ ലൈറ്റ് വെയ്റ്റ് ആണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ഉള്ള വിലയും ഉണ്ട് അതിന്. വൺസ് എ ഇയർ ആണ് ഇതിൻ്റെ രോമം ഇവരെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ആൻഡ് ആൽപ്പക്കാസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹം ചെയ്തിട്ടാണ് പോലും. പലതരത്തിൽ ഹം ചെയ്യുന്നത് അതിൻ്റെ ക്യൂരിയോസിറ്റിയും ചിലപ്പോൾ സ്ട്രെസ്സ് ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടെങ്കിൽ പല രീതിയിലാണത് ഹം ചെയ്യാന്ന് പറയുന്നത്. ഇനി ഇത് കുറച്ചുകൂടെ കാമായിട്ടുള്ള ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ആനിമലാണ് കേട്ടോ. 2 ടൈപ്പ് ആൽപ്പക്കാസ് ഉണ്ട്. ഇത് എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ടുള്ള ക്രിംപ്ഡ് ആയിട്ടുള്ള ഫ്ലീസ് കിട്ടുന്നതാണ്. വേറെ സുരീന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള വേറൊരു ടൈപ്പ് ആൽപ്പക്കാസ് അതിൻ്റെത് കുറേയും കൂടെ നീളമുള്ള സിൽക്കി ആയിട്ടുള്ള രോമമായിരിക്കും. അപ്പോൾ മറ്റേ ഡ്രെഡ് ലോക്സ് ഒക്കെ കിടക്കുന്ന പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിക്കാണ് അതിൻ്റെ രോമം വളരുകയെന്ന്. ആൻഡ് ആൽപ്പക്കാസിൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് 11 to 12 months ആണ്. ആൻഡ് ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ അറ്റ് എ ടൈം. റെയർലി ട്വിൻസും ഉണ്ടാവാറുണ്ട്, ബട്ട് മോസ്റ്റ്ലി ഒരു പ്രസവത്തിൽ ഒരു കുട്ടി എന്നുള്ള രീതിക്കാണ് പോലും. ഇതിനെ കാണാൻ ആക്ച്വലി ക്യൂട്ടായിട്ടുണ്ട്. ആൻഡ് ഇവർക്ക് മേളിൽ പല്ലില്ല, ലോവർ ടീത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് അത്യാവശ്യം നീളമുണ്ട്. അത് കണ്ടപ്പോഴേക്കും എനിക്കങ്ങ് പേടിയായി കേട്ടോ. പിന്നെ നമ്മൾ ഈ കൂടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുക. അത് കണ്ടപ്പോഴേ എനിക്ക് കുറച്ച് പേടിയായി. സോ ഞാൻ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുകയായിരുന്നു. അത്ര ഫോഴ്സിൽ അടുത്തേക്ക് ഓടി വരുന്ന കണ്ടപ്പോഴത്തേനും പേടിയായിട്ട്. അപ്പോൾ ഫുഡ് കൊടുക്കൽ പരിപാടിയൊക്കെ അരവിയാണ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഷീപ്പിൻ്റെ അടുത്ത് എത്തിയേക്കാണ്. ഇപ്പോൾ ആൽപ്പക്കാസിൻ്റെ അവിടെ കയറിയ പോലെ തന്നെ മുന്നേ ഈ ഷീപ്പിൻ്റെ കൂട്ടിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് തവണ അതിങ്ങനെ ആൾക്കാർ ഇടിച്ചിടുന്നൊരു സ്വഭാവം കാണിച്ചു തുടങ്ങിയതുകൊണ്ടുകൂടി ഇപ്പം അകത്തേക്ക് ആൾക്കാരെ കയറ്റുന്നില്ല. ഇങ്ങനെ പുറത്തുനിന്ന് ഫീഡ് ചെയ്യുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ട് ഫാമിലിക്ക് വരിക എന്നുള്ള ഐഡിയ എൻ്റെ ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും വിചാരിച്ച് അരവി എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ്. കാര്യം എല്ലാ ആനിമൽസിൻ്റെ അടുത്ത് എത്തിയപ്പോഴും എനിക്കങ്ങ് പേടിയാവുമായിരുന്നു. ഇതിങ്ങനെ അടുത്തേക്ക് വരുന്ന കാണുമ്പോൾ അതുണ്ടോ കൂടിൻ്റെ പുറത്തേക്ക് വരുന്നത്. ഈ ഷീപ്പ് അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതെന്നാണ് പറഞ്ഞത്. ആൾക്കാരെ കാണുമ്പോഴാണെങ്കിലും ഇത് എന്താ പറയുക ഭയങ്കര അഗ്രസീവ് ആവുന്ന പോലെ നമുക്ക് തോന്നുമായിരുന്നു. നമ്മൾ ഈ ഫാം ടൂറിന് വേണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു വെയ്വർ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ആനിമൽസ് അറ്റാക്ക് ചെയ്താൽ നമ്മൾക്ക് പ്രശ്നമില്ല, അവർ ഉത്തരവാദികളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. എന്താണ് അത്ര വലിയ അപകടമൊക്കെ ഉണ്ടാകുമോ എന്നുള്ള, വെയ്വർ സൈൻ ചെയ്യാൻ മാത്രമുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള രീതിക്ക്. പക്ഷേ ഇവരുടെ കളി കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഓടി വന്നൊരു ഇടി എന്ന് നമ്മൾ അവിടെ കിടക്കും. പക്ഷെ കാണാൻ രസമായിരുന്നു കേട്ടോ. ഇന്ന് നല്ല ക്ലൈമറ്റും ആണ്. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നത് കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ തെന്നലും വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അല്ലാതെ നല്ല ക്ലൈമറ്റാണ്. വലിയ വെയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ടൂർ അത്ര അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല.
സോ അങ്ങനെ കുറച്ച് നേരം ഷീപ്പിനെയും കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഇത് ഈ ഫാമിലുള്ള ഡോഗ്സാണ് കേട്ടോ. ഇവരാണ് ഇത് ഗാർഡ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമില്ലേ ഇതിനെ കാണാൻ. അടുത്തത് മിനിയേച്ചർ ഗോഡ്സ് ആണ്. ഇവരെ കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഈ കൂട്ടി ഞാൻ കയറുന്നില്ല എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഈ വയറിൻ്റെ അവിടെ ആ വൈറ്റ് കളർ വരുന്ന രണ്ടെണ്ണത്തിനെ കണ്ടോ, അതിൽ ആ കുറേ വൈറ്റ് ഉള്ളതിൻ്റെ പേര് ലൂസി എന്നാണ്. ഇത് രണ്ടും കുറച്ച് വികൃതിയാണ് പോലും. ആൻഡ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതായിട്ട് നിൽക്കും. അത് കഴിയുമ്പോഴത്തേനും ആൾക്കാരെ ചെറുതായിട്ട് ഇങ്ങനെ ഇടിക്കാനൊക്കെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അധികം വേദനിപ്പിക്കില്ല, എന്നാലും അത് ഇങ്ങനെ എന്താണ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് അടി കൂടുന്ന പോലെയൊക്കെ കാണിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഭാഗ്യത്തിന് എന്നുള്ള പോലെ കൃത്യമായിട്ട് അത് അരവീനെ തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഇടികൊള്ളാനുള്ള യോഗം അരവിക്കായിരുന്നു. അയ്യോ. Once she runs out of food, she starts a little bit naughtier. എൻ്റെ അട്ടഹാസം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അവർ ഈ രണ്ടെണ്ണത്തിന് വികൃതിയാണെന്ന് പറഞ്ഞാൽ അത് രണ്ടും കറക്റ്റ് അരവീനെ തന്നെ സെലക്ട് ചെയ്തത് ശരിക്കും ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇതിൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇത് അരവീനെ ഇടിക്കുന്നതിൻ്റെ 1-2 നല്ല വേദന എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം കയറാതിരുന്ന നന്നായി എന്ന് എനിക്ക് തോന്നി. Sometimes I'll go to nibble you and I'll get your leg. Those cutest things, yeah. These two are the gentle two, those two are the wild child. They related? No. Yeah, just a coincidence. They're similar, like colouring. Yeah, well, they're from different farms even, so. ലാസ്റ്റ് നമ്മൾ കയറിയത് മിനിയേച്ചർ ഡോങ്കീസിൻ്റെ അവിടെയാണ്. ഇത് ഭയങ്കര ഇൻ്റലിജൻറ്റ് ആനിമൽസ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ യൂഷ്വലി കഴുതാന്ന് പറഞ്ഞ് കളിയാക്കുന്ന ബുദ്ധിയില്ല എന്നുള്ള രീതിയിൽ കളിയാക്കി പറയുന്ന കാര്യമല്ലേ. പക്ഷെ ഇവർ പറഞ്ഞത് ഈ മിനിയേച്ചർ ഡോങ്കീസ് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ആനിമൽസ് ആണെന്നാണ്. ആൻഡ് ഞാൻ അല്ലാതെയും കേട്ടിട്ടുണ്ട് വൺ ഓഫ് ദി ഫ്രണ്ട്ലിയസ്റ്റ് ഫാം ആനിമൽസ് ആണ് ഈ മിനിയേച്ചർ ഡോങ്കീസ് എന്നുള്ളത്. ഇവിടെ ഇതിന് ഇങ്ങനെ അറ്റൻഷൻ കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ ബ്രഷിങ്, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തലയൊക്കെ തടവി കൊടുക്കുക, കഴുത്തിൻ്റെ അവിടെയൊക്കെ തടവി കൊടുക്കുന്നതൊക്കെ ഇതിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ മിനിയേച്ചർ ഡോങ്കീസ് ഇവർ തമ്മിൽ മാത്രമല്ല, ബാക്കി ഇപ്പോൾ ഇവിടെയുള്ള നമ്മൾ നേരത്തെ കണ്ട ഡോഗ്സും മറ്റ് ആനിമൽസൊക്കെ ആയിട്ട് ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് പോലും. ലൈക്ക് ഫ്രണ്ട്ലി എന്ന് മാത്രമല്ല, ഒരു ഭയങ്കര ബോണ്ട് ഉണ്ടാക്കുന്ന പോലെ അതൊക്കെ ആയിട്ട് കണക്റ്റ് ആവുന്നൊരു സ്വഭാവമാണ് പോലും ഇതിൻ്റെ. ഏകദേശം 25-35 വയസ്സ് വരെയൊക്കെയാണ് ഇത് ജീവിക്കാറുള്ളത്. നന്നായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ ഒരു 40 വയസ്സോ അതിൽ കൂടുതലോ വരെയൊക്കെ ഇത് ജീവിക്കാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് ഇവരുടെ പുറത്തുള്ള ഡേർട്ടും ഡസ്റ്റും കളയുന്നത് മാത്രമല്ല, സീസണൽ ഷെഡിങ്ങിലുള്ള ലൂസ് ഹെയർസൊക്കെ ഉള്ളതൊക്കെ പോകാനും ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഇവർ തമ്മിൽ സോഷ്യലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ബോഡി ഉരച്ചുകൊണ്ടാണ് പോലും. സോ ബ്രഷിംഗ് എന്ന് പറയുന്നത് ആ ഒരു നാച്ചുറൽ ബോണ്ടിങ് ബിഹേവിയറിനെ മിമിക് ചെയ്യുന്നതല്ലേ. സോ അതിന് നമ്മളോട് ഭയങ്കര കണക്ഷൻ തോന്നുന്ന പോലെ, അതിന് ഭയങ്കര ഇഷ്ടമാണ് പോലും ആ കാര്യം. അപ്പം നമ്മൾ പോകുന്ന നേരത്തും ഇതിങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അയ്യോടാ എന്ന് തോന്നിപ്പോയി. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഡോങ്കീസുമായിട്ട് ഇത്ര കണക്റ്റ് ആവും എന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യൂട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു.
അവിടെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു ആൻഡ് എല്ലാത്തിനെയും അവർ പേരിട്ടായിരുന്നു വിളിക്കുന്നത്. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, അവരുടെ ആ ഒരു കണക്ഷൻ കാണാനായിട്ട്. ഇവർ ഓരോന്നിൻ്റെ പേര് വിളിക്കുന്നതും ആ പേര് കേൾക്കുമ്പോൾ ആനിമൽസ് തിരിച്ചു വന്ന് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ നല്ല ക്യൂട്ടായിരുന്നു എക്സ്പീരിയൻസ്. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും നമുക്ക് നാട്ടിൽ ഇങ്ങനെ എന്താ തുടങ്ങാൻ പറ്റുക. കാരണം നാട്ടിലും പശുവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫാം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് നാട്ടിൽ ഇപ്പൊ കുറെ പേര് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഓ, ദാറ്റ് മേക്സ് സെൻസ്. കാരണം ഒരു ട്രൂ ടു ദി നേച്ചർ എന്നൊരു സാധനം വരുമല്ലോ. അവര് ആനിമൽസിനെ തൊടുമ്പോൾ ഒക്കെ ഒരു രസമാണ്. അവർ ഫുഡ് കഴിക്കുമ്പോൾ. ആൻഡ് കൂടുതലും പാം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഫാമിലി മെമ്പറിനെ കൂട്ടാണ് എപ്പോഴും പറയുന്നത്. എല്ലാത്തിനും പേര് വിളിച്ച് ഇത് ഇവള് കുറച്ച് പെശകാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നതൊക്കെ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾ ഇൻ ഓൾ വാസ് ഗുഡ്. നീ കയറിയില്ല, നീ പേടിച്ചിട്ട് ഒന്നിനും കയറിയില്ല. പക്ഷെ അല്ലാണ്ട് വാസ് ഗുഡ്. ഇന്നലെ വരുമ്പോൾ പറഞ്ഞതുപോലെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ AI-നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഇതുവരെ ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി. സ്റ്റേ ആണേലും നല്ല സെലക്ഷൻ ആയിരുന്നു. ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ വരെ എത്തും എന്ന് പറഞ്ഞ ടൈമിംഗ് ഒക്കെ കറക്റ്റായിരുന്നു. ഫാമിലേക്കുള്ള ടൈമിങ്ങും കറക്റ്റായിരുന്നു. ആൻഡ് ഫുഡ് നമ്മൾ ഫാസ്റ്റ് ഫുഡാണ് കഴിച്ചത്. എന്നാലും അവിടെ അടുത്ത് അതേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഫാമും ഒരു നല്ല സജഷനായിരുന്നു, നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇനി ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉള്ളൊരു പിക്നിക് ഏരിയ ഓൺ ദ വേ ഉണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. സോ അവിടെ ഒന്ന് ഇറങ്ങാം. ഇപ്പം നമ്മളിവിടെ ഒരു പിക്നിക് ഏരിയയിലേക്ക് വന്നേക്കാണ്. ഇവിടെ ഫുൾ ഓട്ടം ലീവ്സ് ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബാത്റൂമിലേക്ക് വന്നതാണ്. ഇവിടെയൊക്കെ ഇല ഓൾമോസ്റ്റ് കൊഴിഞ്ഞു. ഈ മരത്തിൽ കുറച്ചുകൂടെ ഓട്ടം ലീവ്സ് കാണാം. നമ്മൾ ഏപ്രിൽ ലാസ്റ്റ് ഈ ഓട്ടം ലീവ്സ് കാണാൻ വേണ്ടി തന്നെയായിട്ട് മൗണ്ട് മെയ്സ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ആൻഡ് ലീവ്സ് കുറേയൊക്കെ അങ്ങ് ഭയങ്കര ഡ്രൈ ആയിട്ട് കുറേ മരത്തിൻ്റെയൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണേലും നല്ല ഹൈറ്റിലായിരുന്നു. ആൻഡ് നല്ല വെയിലൊക്കെ ആയിട്ട് നമുക്ക് മര്യാദയ്ക്ക് അങ്ങ് കാണാൻ പറ്റിയില്ല. സോ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കുറച്ചുകൂടി ആ ഒരു യെല്ലോയിഷ് ലീവ്സൊക്കെ കുറേ കൂടെ കാണുന്നത്. എനിക്കിന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല തണുപ്പുണ്ട്. ബട്ട് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു തണുപ്പല്ല. ആൻഡ് ഈ ഏരിയയും നല്ല രസമുണ്ട്. കുറേ ഫാമിലീസൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാനും ഇതിനൊക്കെ നിർത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് നമ്മൾ ആക്ച്വലി പോകാൻ ഉദ്ദേശിക്കുന്ന വാട്ടർഫാൾസ് ഇവിടുന്ന് പോകാൻ പറ്റും. പക്ഷെ അതൊരു 8 കിലോമീറ്റേഴ്സ് ഹൈക്കാണ്. സോ നമ്മൾ അങ്ങനെ വേണ്ട, നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ റിവറിൻ്റെ ഒരു പോർഷൻ ഇവിടെ അടുത്തെവിടെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നടന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓ, ചെരുപ്പ് ഇവിടെ കഴുകാവോ? പക്ഷേ ഇല്ല, ഇറങ്ങാൻ പാടാ. ഇതിൻ്റെ അടിയിലോട്ടില്ല. എന്ത് ഭംഗിയിലല്ലേ അതിങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നല്ലോ. ഇത് ആർട്ടിഫിഷ്യലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നു. ഇത് മക്കൻസി റിവറാണ് കേട്ടോ. മക്കൻസി വാട്ടർഫാൾസിൽ നിന്ന് വന്നിട്ട് ഫിഷ് ഫോൾസിൻ്റെ അങ്ങോട്ട് ജംസ്റ്റീൻസിൻ്റെ അങ്ങോട്ട് ഒഴുകി പോകുന്ന റിവറാണ് ഇതിൽ കൂടെ. ആൻഡ് ഗ്രാമ്പിയൻസിൽ പൊതുവേ ഡ്രൈ സീസൺസിൽ ഒരുവിധം പുഴകളെല്ലാം വറ്റാറുണ്ടെങ്കിലും ഇത് ത്രൂ ഔട്ട് ദ ഇയർ ഫ്ലോ ഉണ്ടാവുന്ന ഇവിടുത്തെ എന്താ പറയുക വാട്ടർ സ്റ്റോറേജിനും റെഗുലേഷനൊക്കെ
ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ അപ്സ്ട്രീം ആണെന്നാണ് പറയുന്നത്. ഭയങ്കര ക്ലിയർ വെള്ളമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ജീൻസും ഷൂസും എല്ലാവരുന്നെങ്കിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ കാണുന്ന അത്ര തന്നെ ഇതിന് ആഴമുള്ളോ എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല. ഷാലോ ഡെപ്ത് എന്നാണ് നെറ്റിൽ കണ്ടത്. എന്നാലും നമ്മളിപ്പം എന്തായാലും വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് പോവുക, അവിടെ കുറച്ചൊരു ഹൈക്കിംഗ് ടൈപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ഷൂസ് ഇട്ട് തന്നെ അങ്ങ് പോവാമെന്ന് വെച്ചു, വെറുതെ നനയ്ക്കണ്ടെന്ന് വെച്ചു. ആൻഡ് ഈ പുഴയുടെ സൈഡിലായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ചെടി കണ്ടേ. ഇതിൻ്റെ ലീവ്സ് എന്ത് രസമാണ് കാണാൻ. ഇങ്ങനെ ഭയങ്കര തിന്നായിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഭയങ്കര തിന്നായിട്ട് ഇങ്ങനെ സൂചി പോലെ നല്ല നൂല് പോലെ ഉള്ള ഇലകൾ. എന്നിട്ട് അതിനകത്ത് മറ്റേ മഴത്തുള്ളികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് തൊടാനും ഭയങ്കര സോഫ്റ്റായിരുന്നേ. സോഫ്റ്റല്ല, സ്മൂത്ത്, ഭയങ്കര സ്മൂത്തായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച വാട്ടർഫാൾസ് എന്തോ കൺസ്ട്രക്ഷനായിട്ട് ക്ലോസ് ചെയ്തേക്കുവാന്ന് കേട്ടു. സോ നമ്മൾ നേരെ ഗ്രാൻഡ് കാനിയനിലേക്ക് പോയിട്ട് അവിടെ ട്രെക്കിംഗ്, സൺസെറ്റ് കാണൽ എല്ലാം ആവാമെന്നാണ് പ്ലാൻ. സോ അത് അത്യാവശ്യം വലിയൊരു പരിപാടി ആയതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് വല്ലാതെ കൂടിപ്പോവും. സോ നമുക്ക് അത് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you soon in next video. Bye bye.